അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷിഹാബ്, അറബി കോളേജ് വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അക്ബർ സാഹിബിനോടാണ്. ഇവിടെ കലാനാഥൻ മാഷ് സംസാരിച്ചപ്പോൾ രണ്ടാമത്തെ ഖണ്ഡനത്തിൽ അദ്ദേഹം ഭൂമി ഉരുണ്ടതാണെന്ന് ഖുർആനിലെവിടെയും പറഞ്ഞിട്ടില്ല, ഭൂമി പരന്നതാണെന്നാണ് മുഴുവൻ കാണാൻ സാധിക്കുന്നത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സൃഷ്ടി നടത്തിയത് ഖുർആന്റെ ഒരു ഭാഗത്ത് നിന്ന് 8 ദിവസങ്ങളിലായിട്ടാണെന്നും മറ്റൊരു സ്ഥലത്ത് നിന്ന് 6 ദിവസങ്ങളിലായിട്ടാണെന്നും പറയുകയുണ്ടായി. അപ്പൊ ഇതിന്റെ ഒരു വിശദീകരണം ആവശ്യമാണ്. 2 കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഭൂമിയുടെ ആകൃതി, നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇവിടെ നമ്മൾ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ വേദഗ്രന്ഥം ഇതിൽ നിന്ന് ഭിന്നമായ ചില വസ്തുതകളുടെ സമാഹാരമാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നിരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേരാൻ സാധ്യമല്ലാത്ത മനുഷ്യാസ്തിത്വവുമായി ബന്ധമുള്ള അടിസ്ഥാനപരമായ മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടിയുള്ളതാണ് വേദഗ്രന്ഥങ്ങൾ. അടിസ്ഥാനപരമായി പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ്. മനുഷ്യൻ വന്നത് എവിടെ നിന്നാണ് എന്നും മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നും മനുഷ്യൻ എങ്ങനെ ഇവിടെ ജീവിക്കണമെന്നുമുള്ള മനുഷ്യന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതിന് കാരണമുണ്ട്. ജൈവലോകത്തെല്ലാം തന്നെ ജീവികൾക്ക് ആവശ്യമായ സകല അറിവുകളും ജന്മനാ നൽകിയിരിക്കുന്നു. ആ അറിവുകൾ കലാനാഥ മാസ്റ്റർ പറഞ്ഞ അതിൽ നിന്ന് പിന്നീട് പുരോഗമിക്കാൻ സാധ്യമല്ലാത്ത എന്തുകൊണ്ടാണ്? അതിനുള്ള കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ കഴിവ് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കേവലമായ അവയവങ്ങളുടെ മാത്രം പരിമിതിയല്ല. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും ചെയ്യുവാനും നാഗരികതകൾ പടക്കുവാനും അതോടൊപ്പം തന്നെ നശീകരണങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും. അവിടെ മനുഷ്യന് മാർഗദർശനം അനിവാര്യമാണ്. ആ മാർഗദർശനവുമായിട്ടാണ് പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാരിലൂടെയാണ് മാർഗദർശക ഗ്രന്ഥങ്ങളായ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഭൂമിയുടെ ആകൃതി എന്താണ്, ഭൂമിക്ക് എത്ര ആരുണ്ട്, ഭൂമിക്ക് എത്ര ചുറ്റളവുണ്ട്, ഭൂമിക്ക് എത്ര വ്യാപ്തമുണ്ട്, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലെന്താണ്, എത്ര നക്ഷത്രങ്ങളുണ്ട്, ഇതെല്ലാം തന്നെ ഖുർആനിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് മനുഷ്യന് അവന്റെ ധിഷണ ഉപയോഗിച്ച് അറിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യായാമത്തിന് അനിവാര്യമല്ലാതാകും. മനുഷ്യൻ അറിവ് അവന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എത്തിച്ചേരുവാൻ കഴിയുന്ന കാര്യങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തന്നെ അവന് നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകൾ അത് ഉപയോഗിച്ച് തന്നെ നേടിയെടുക്കണം എന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ പുരോഗതി ഉണ്ടാകുന്നതും. അല്ലെങ്കിൽ മനുഷ്യന് പുരോഗതി ഉണ്ടാവുകയില്ല. അത് മനുഷ്യൻ അങ്ങനെയാണ് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ വേദഗ്രന്ഥം, പിന്നെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മുടെ അവകാശവാദം എന്താണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അബദ്ധങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. അവിടെയാണ് കലാനാഥ മാഷ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിലെ ഭൂമി പരന്നിട്ടാണ്. ഖുർആനിലെ ഭൂമി പരന്നിട്ടാണ്. ഞാൻ ആധുനിക ഭൗതികത്തിന്റെ ജ്ഞാനശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ചോദിക്കട്ടെ, യഥാർത്ഥത്തിലുള്ള ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ? യഥാർത്ഥത്തിലുള്ള ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ? ഭൂമിയുടെ സൂര്യന് ചുറ്റുമാണോ ചുറ്റുന്നത്, അതല്ല നേർരേഖയിലൂടെയാണോ? ഈ ചോദ്യങ്ങൾക്ക് ആധുനിക ഭൗതികത്തിന്റെ ജ്ഞാനശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുവാനുള്ള ഉത്തരം മനുഷ്യന് ആപേക്ഷികമായി ഭൂമി പരന്നിട്ടാണ് എന്നും സൂര്യൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തിന് ആപേക്ഷികമായി, അതല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന് ആപേക്ഷികമായി ഭൂമി ഉരുണ്ടിട്ടാണ് എന്നുമാണ്. അതേസമയം സ്ഥലകാലത്തിനാപേക്ഷികമായി സ്ഥലകാല വർത്തുളത്തിലൂടെ അല്ലെങ്കിൽ സ്ഥലകാല നൈരന്തര്യത്തിലൂടെയുള്ള ഭൂമിയുടെ ചലനം നേർരേഖയിലൂടെയാണ് എന്നും, എന്നാൽ സൂര്യനാപേക്ഷികമായി ഭൂമിയുടെ ചലനം സൂര്യന് ചുറ്റുമാണ് എന്നുമെല്ലാമാണ്. അഥവാ മനുഷ്യന് ആപേക്ഷികമായി ഭൂമി പരന്നിട്ടാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവന്റെ വർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ വിധാനമാണ്, പരപ്പ് ആണ് അവൻ അനുഭവവേദ്യമാകുന്നതാണ് അർത്ഥം. പരിശുദ്ധ ഖുർആൻ ഭൂമി മനുഷ്യന് വേണ്ടി നൽകിയ സൗകര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയെ വിധാനിച്ചത് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ തൊട്ടിലാക്കിയത് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ വിരിപ്പാക്കിയത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭൂമിയെ തൊട്ടിലാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ശാസ്ത്രജ്ഞനും ഒരു മുസ്ലിമും മനസ്സിലാക്കിയിട്ടില്ല ഭൂമിയുടെ 2 തലയും മുകളിലേക്ക് പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടുന്ന സ്ഥലമാണ് ഭൂമി എന്ന്.
ഭൂമിയെ വിരിപ്പാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരാളും മനസ്സിലാക്കിയിട്ടില്ല പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്ന ഭൂമി തന്നെ അങ്ങനെ വലിച്ച് എവിടെയോ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. മറിച്ച് എന്താണ്, മനുഷ്യന് ഭൂമിയിൽ നൽകിയ പ്രത്യേക സൗകര്യങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. മനുഷ്യനോട് ഭൂമിയെ വിധാനിച്ചതിനെ കുറിച്ച് പറയുമ്പോ, മനുഷ്യ നിനക്ക് ഇതേപോലെ ഭൂമിയിൽ വിഹരിക്കുന്നത് പോലെ മറ്റൊരാകാശ ഗോളത്തിൽ മറിഞ്ഞിടത്തോളം വിഹരിക്കാനുള്ള സൗകര്യമില്ല. ഭൂമിയെ വിരിപ്പാക്കിയതിനെ കുറിച്ച് പറയുമ്പോ, ഭൂമിയിൽ ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുന്നത് പോലെ ഭൂമിയിൽ അല്ലാതെ വേറെ എവിടെ മനുഷ്യന് കിടക്കാൻ കഴിയുന്നു? ചന്ദ്രനിൽ പോയപ്പോ കോടിക്കണക്കിന് രൂപയുടെ ഓക്സിജൻ ഇട്ട് നമ്മൾ പോയത് അല്ലേ? അതേപോലെ ഒരു തൊട്ടിലിൽ കിടന്നുറങ്ങുന്നത് പോലെ ഭൂമിയിലല്ലാതെ വേറെ എവിടെ മനുഷ്യന് കിടന്നുറങ്ങാൻ കഴിയും? ഒരു തൊട്ടിലിൽ കുട്ടി കിടക്കുന്ന ആ സമാധാനത്തോടെ, തൊട്ടിലാടുന്നുവെങ്കിലും ഭൂമി ചലിക്കുന്നുവെങ്കിലും അപ്പോ ഭൂമിക്ക് ആപേക്ഷികമായി പറയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന് ആപേക്ഷികമായി പറയുമ്പോൾ ഭൂമിയുടെ വിധാനത്തെക്കുറിച്ച്, ഭൂമിയെ വിരിപ്പാക്കിയതിനെ കുറിച്ച്, തൊട്ടിലാക്കിയതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതേസമയം ഭൂമിക്ക് പുറത്തുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 5-ാമത്തെ വചന ഉദാഹരണം, യുക്കബ്ബിറുൽ ലൈല അലൻ നഹാരി വ യുക്കബ്ബിറുൽ നഹാര അലൽ ലൈൽ. ഇവിടെ വെറുതെ ചുറ്റുന്നു എന്നല്ല, കബ്ബറ യുക്കബ്ബിറു എന്നുള്ള അറബി പദത്തിനർത്ഥം ഒരു ഗോളം മറ്റൊരു ഗോളത്തിൽ ചുറ്റുന്നതാണ്. കബ്ബറ കുറത്തിൽ നിന്നുണ്ടായത്. ഏത് മുസ്ലിം ആകണ്ട, പിന്നെ നമ്മളെ ഏത് അറബി പണ്ഡിറ്റുകളുണ്ടല്ലോ, യുക്തിവാദികളായ, ചോദിച്ചു നോക്കിയാൽ മതി. കുറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പന്താണ്. ആ പന്ത് ഒരു ഗോളം മറ്റൊരു ഗോളത്തെ ചുറ്റുന്നതിന് അത് പറയുള്ളൂ. അപ്പൊ എന്താ ഇപ്പോഴാണ് ഇത് പറയണത് എന്നാണ്, ഇപ്പോഴാണ് ഇത് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് അറബികൾ എന്തെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് അതിന് ഉത്തരം. ഞാൻ പി ഗോവിന്ദപിള്ളയുടെ ഒരു ഉദ്ധരണി വായിക്കട്ടെ. ഈ ലക്കം ഇന്ന് പുറത്തിറങ്ങിയ കുങ്കുമാണ്. ഇത് കവർ വല്ലാതെ കാണാൻ പറ്റൂല. പിന്നെ കുങ്കുമാണ്. പി ഗോവിന്ദപിള്ള ചരിത്രം സൃഷ്ടിക്കുന്ന ശാസ്ത്ര ചരിത്ര ഗ്രന്ഥം എന്നുള്ള നേരെ ലോസ്റ്റ് ഡിസ്കവറീസ് എന്ന പുസ്തകം ഡിക് ടെറസിയുടെ, പി ഗോവിന്ദപിള്ള ഏതായാലും മതമൗലികവാദി അല്ലല്ലോ, ഡിക് ടെറസിയുടെ പുസ്തകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റാർക്കസ് എന്ന ഗ്രീക്ക് ദാർശനികൻ, ഒരുപാട് പറയുന്നുണ്ട്, ഞാൻ എന്റെ സമയം മാച്ച് സമയം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റാർക്കസ് എന്ന ഗ്രീക്ക് ദാർശനികനും ഈ സിദ്ധാന്തം അഥവാ സൗരകേന്ദ്ര സിദ്ധാന്തം, ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നു. ഇവ കുറെ കൂടി വിശദമായി അറേബ്യൻ ചിന്തകർ ആവിഷ്കരിച്ചു. പാതുവ സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് ഈ അറേബ്യൻ കൃതികളുടെ ലാറ്റിൻ വിവർത്തനം ലഭ്യമായിരുന്നു എന്നും അവിടുന്നാണ് കോപ്പർനിക്കസിന് ഉൾക്കാഴ്ച ലഭിച്ചത് എന്നും തെരാസി ചൂണ്ടിക്കാണിക്കുന്നു. അറേബ്യൻ ചിന്തകർ എവിടെ നിന്ന് എടുത്തതാകട്ടെ, അത് അദ്ദേഹത്തിൻ്റെതായ വീക്ഷണം. തീർച്ചയായും അറേബ്യൻ ചിന്തകർക്ക് സ്വാധീനം ഉണ്ടാകാം, ഞാനത് ഇതാക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായ ഇസ്ലാമിക ലോകത്തുണ്ടായ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് തന്നെ ഭൂമിയുടെ ആകൃതിയെയും സൂര്യനാണ് കേന്ദ്രമെന്നുമുള്ള തത്വങ്ങൾ അറേബ്യൻ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് അതിനർത്ഥം. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നടന്ന എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ആ വിജ്ഞാന വിസ്ഫോടനമുണ്ടല്ലോ, വിപ്ലവം, അതിന് യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നത് അറബികളോടാണ്, ഇസ്ലാമിക ദർശനത്തോടാണ് എന്ന് അദ്ദേഹം പറയാണ്. ഇതൊരു മുസ്ലിം ചിന്തകന്റെ വാക്കുകളല്ല. ഈ ഇന്ന് പുറത്തിറങ്ങിയ കുങ്കുമെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഞാനിത് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിന് കൂടി ഉത്തരമായിക്കൊണ്ടാണ്. ഇസ്ലാം ഏത് കാലത്തും ശാസ്ത്രത്തിന് എതിര് നിന്നിട്ടില്ല, ശാസ്ത്രത്തിന് പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനും അങ്ങനെയില്ല. ഏതെങ്കിലും പുരോഹിതന്മാർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാം കുറ്റക്കാരനല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങളിലൊന്നും അബദ്ധമില്ല എന്നതാണ് വാദം. അതല്ല ഭൂമി ഇന്ന രൂപത്തിലാണ്, ഭൂമിയുടെ റേഡിയസ് എത്രയാണ്, ഭൂമിയുടെ ഡയമീറ്റർ എത്രയാണ് എന്ന് പഠിപ്പിക്കലല്ല ഖുർആനിന്റെ ലക്ഷ്യം. അബദ്ധമില്ല എന്നത് മാത്രമാണ് നമ്മുടെ വാദം. ഇനി മറ്റേ ചോദ്യം, അത് പറയൽ നിർബന്ധമാണ്, കലാനാഥ മാസ്റ്ററോട് ചോദിച്ച സ്ഥിതിക്ക്. തീർച്ചയായും ഒരുപാട് കാലമായി ഖുർആൻ വിമർശകർ കൊണ്ടു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട്. അലി ദാഷ്തി അത് പറഞ്ഞിട്ടുണ്ട്. അലി ദാഷ്തിയെ നമുക്കൊന്ന് കാണണം. അത് വേറൊരു അവസരത്തിലാകാം ഇൻഷാ അല്ലാഹ്. കാരണം അലി ദാഷ്തി അയ്യയുടെ പുസ്തകം ഏത് രൂപത്തിൽ എങ്ങനെ കേരളത്തിൽ വന്നു എന്ന് നമ്മളൊന്ന് പഠിക്കുന്ന വേണം.
ഞാൻ ആ വാക്യങ്ങളുടെ അറബി മലയാള പരിഭാഷ വായിക്കാം. നീ പറയുക, 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനെ നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത്? അവനാകുന്നു ലോകങ്ങളുടെ രക്ഷിതാവ്. അതിന്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് അവൻ അത് ചെയ്തത്, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ. അതിനു പുറമെ അവൻ ആകാശത്തിലേക്ക് ഉപരിലോകത്തേക്ക് തിരിഞ്ഞു, അതൊരു പുകയായിരുന്നു. എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും അനുസരണപൂർണ്ണവും നിർബന്ധിതമായും വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇത് അനുസരണമുള്ളവരായി വന്നിരിക്കുന്നു. അങ്ങനെ 2 ദിവസങ്ങളിലായി അവയെ അവൻ 7 ആകാശങ്ങളാക്കി തീർത്തു. ഓരോ ആകാശത്തിലും അതാതിന്റെ കാര്യം അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതാണ് 2 + 4 + 2 = 8 എന്ന് പറയുന്നത്. ഇസ്ലാമിക പണ്ഡിതന്മാർ മുൻപ് തന്നെ പരിശുദ്ധ ഖുർആനിലെ മറ്റു ഭാഗങ്ങളിൽ പറയുന്ന 6 ഘട്ടങ്ങളായിട്ടാണ് എന്ന് പറയുന്നതിന് വൈരുദ്ധ്യമല്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ വിശദമായി പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ആദ്യം പറയുന്ന ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച്, പിന്നീട് പറയുന്ന ഭൂമിയിൽ ഉണ്ടാക്കിയ വസ്തുക്കളെ കുറിച്ച്. ചില പണ്ഡിതന്മാർ ഇത് 2 കൂടി കൂട്ടിയിട്ടാണ് 4, ഈ 2ഉം 4ഉം കൂടി കൂട്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉപരിലോകത്തെ കുറിച്ച് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഘട്ടങ്ങളാണ്. ദിവസം എന്നുള്ള അർത്ഥം അറബി ഭാഷയിൽ യോം എന്നുള്ള പദത്തിന് ഘട്ടം എന്ന് അർത്ഥം. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ചർച്ചയാണ്, സമയം ഒരുപാട് എടുക്കും ആ ചർച്ചയിലേക്ക് പോയാൽ. ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞു 2 ഘട്ടങ്ങളായി ഭൂമിയെ സൃഷ്ടിച്ചു. പിന്നീട് പറഞ്ഞു 4 ഘട്ടങ്ങളായി ഭൂമിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. പിന്നീട് പറഞ്ഞു ഉപരിലോകത്തെ 2 ഘട്ടങ്ങളായി സൃഷ്ടിച്ചു. അവിടെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭൂമിയോടും ഉപരിലോകത്തോടും ഒരേപോലെ പറഞ്ഞു പടച്ച തമ്പുരാൻ, നീ വരിക, നിങ്ങൾ വരിക എന്ന്. പടച്ച തമ്പുരാന്റെ നമ്മുടെ ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ വിശദീകരണത്തിനപ്പുറത്തുള്ള ഒരു ലോകമാണ്. ഏതായിരുന്നാലും അവിടെ ഈ 2 ഘട്ടത്തിൽ ആദ്യത്തെ 2 ഘട്ടം തന്നെയാണ് അവസാനം പറയുന്ന 2 ഘട്ടം എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഖുർആനിൽ എവിടെ 8 എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ആദ്യത്തെ 2 ഘട്ടം ഭൂമി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ആ ഭൂമി ഉണ്ടാക്കിയ 2 ഘട്ടവും പിന്നീട് ആ ഉപരിലോകം ഉണ്ടാക്കിയ 2 ഘട്ടവും ആ 2 ഘട്ടവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് 2നോടും കൂടി വരാൻ പറഞ്ഞു, 2നോടും കൂടി ഒന്നിച്ച് വരാൻ പറഞ്ഞു. അപ്പൊ 2ഉം 4ഉം 6 മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇത് വളരെ കൃത്യമാണ്. വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് യാഥാർത്ഥ്യം. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ആലിദാസ്തി മാത്രമല്ല, ഖുർആനിന്റെ വിമർശകന്മാർ ഒരുപാട് കാലമായി ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ വൈരുദ്ധ്യമല്ല അത് എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഇത് വളരെ പച്ചയായ ഒരു കാര്യമല്ലേ. നിങ്ങൾ ആലോചിച്ചൊക്കെ മുഹമ്മദ് നബി എഴുതിണ്ടാക്കിയതാണെന്നുള്ള വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കണേ. എന്താ അത്? ഇത് വളരെ പച്ചയായിട്ട് മുഹമ്മദ് നബി 6 ഘട്ടം എന്ന് ഒരു 10-12 പ്രാവശ്യം ഖുർആനിലുണ്ട്. ഒരു പ്രാവശ്യം ഒന്നുമല്ല. മുഹമ്മദ് നബി എഴുതിയാണെന്ന് വിചാരിക്കുക. 6 ഘട്ടം എന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരുപാട് തവണ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ ഒരു തവണ മുഹമ്മദ് നബി 8 ഘട്ടം എന്നാണ്ട് പറയാണോ? അങ്ങനെ പറയൂ ഒരു മനുഷ്യൻ തന്നെ എഴുതിയാണെങ്കിൽ? ഇത് നേർക്ക് നേരുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളാണ് എഴുതിയെന്നുള്ള കാര്യത്തെ, ഒരാൾ തന്നെയാണ് എഴുതിയത് എന്നുള്ള കാര്യത്തെ ഭൗതികവാദികൾക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. മുഹമ്മദ് നബി ആണ് എന്നുള്ള മാത്രമുള്ള ആൾക്കാർക്കും ഇത് നേർക്ക് നേരെ ഒരു നമ്പറാണ്. ആ നമ്പറിൽ തന്നെ ഇങ്ങനെ വൈരുദ്ധ്യം, അതും അടുത്തടുത്ത വചനങ്ങളിൽ വൈരുദ്ധ്യം ഉണ്ടാകുമോ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവുകയില്ല യുക്തിപരമായി. മറിച്ചത് പടച്ച തമ്പുരാന്റെ വചനമാണ്. ആ വചനത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ വൈരുദ്ധ്യമല്ല. ആ വചനങ്ങൾ പൂർണ്ണമായി വായിച്ചാൽ മനസ്സിലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുറാനിലെ ഉദ്ധരണികൾ പേര് പറഞ്ഞ് നമ്പറിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്ധരണി അലിദാസ്തി അടക്കമുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. 41:10 പറയുന്നത് അതിൻ്റെ മീതെ പർവ്വതങ്ങൾ ഉറപ്പിച്ചു, ആഹാര വസ്തുക്കൾ 41:9 പറയുന്നത് ഭൂമി 2 ദിനം കൊണ്ട് സൃഷ്ടിച്ചു, ഭൂമിയുടെ കാര്യം മാത്രം. പിന്നെ 41:11 ആകാശം ധൂമമായിരുന്നു, ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു വരിക, അപ്പോൾ അവർ വന്നു. അപ്പോൾ അതിൽ ആകാശത്തിന്റെ പ്രശ്നം കൂടി അതിൽ ഉൾപ്പെടുത്തി.
ഭൂമി മാത്രമല്ല, അത് രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ പറയുന്നത്. അതിനും ഇതേമാതിരി തന്നെ വാനങ്ങളായി ശരിപ്പെടുത്തി അവസാനം 7 ആകാശങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതിന് 2 ദിവസം പിടിക്കുന്നു. അതിന്റെ മീതെ പർവ്വതങ്ങൾ ഉറപ്പിച്ചു, ആഹാര വസ്തുക്കൾ വ്യവസ്ഥപ്പെടുത്തി, അതിനാണ് 4 ദിവസം എടുക്കുന്നത്. അപ്പോൾ ഈ 4, 2, 2 എന്നത് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ഖുറാനിക ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ 4, 2, 6 + 2 8 എന്ന ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ അതിന്റെ വിശദാംശങ്ങളിൽ ഈ പറഞ്ഞ ഒരു ഘട്ടവും മറ്റൊരു ഘട്ടവും തമ്മിൽ കൂടിക്കലരുന്നുണ്ട് വാദിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ഉത്തരം പറയുക വിഷമമാണ്. അത് കൂടിക്കലരുന്നുണ്ടോ എന്നത് ഖുറാനിലെ ഈ സാമാന്യ പ്രസ്താവനകൾ വെച്ച് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ വെറും ഈ വസ്തുക്കളെക്കുറിച്ചുള്ള വെറും സാമാന്യ വാചകങ്ങൾ മാത്രമേ ഉള്ളൂ, സൂക്ഷ്മാംശത്തിൽ അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ളത്, പിന്നെ 6 ദിവസങ്ങളാണെന്നുള്ളത് 10-12 സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് 6 ദിവസം എടുത്തു. പക്ഷെ 6 ദിവസത്തിന്റെ കാലത്തെക്കുറിച്ച് 2 തർക്കം ഖുറാനിൽ ഞാൻ തന്നെ CN മുഹമ്മദ് അലീബിന്റെ കൃതി വായിച്ച ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ 2 കാര്യമാണ്. ഒരു ഡേ 1000 വർഷങ്ങളാണ്. 22:47 ഖുറാനിലെ വാചകപ്രകാരം എ ഡേ ഓഫ് അള്ളാഹ് ഈസ് ഈക്വൽ ടു 1000 years ഓഫ് ഹ്യൂമൻസ്. മനുഷ്യന്റെ സാധാരണ 1000 വർഷങ്ങൾക്ക് സമാനമാണ്. അതേസമയത്ത് 74 വാക്യത്തിൽ എ ഡേ ഈസ് ഈക്വൽ ടു 50,000 വർഷങ്ങൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡേ 1000 ആണെന്നും വേറൊരു ഭാഗത്ത് ഒരു ഡേ 50,000 വർഷമാണെന്നും പറയുന്നത് എഴുത്തുകാരൻ ഒന്നല്ലാത്തത് കൊണ്ടാണോ, എഴുതിയ ആളുകൾക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിയാത്തത് കൊണ്ടാണോ ഇതിന് ഞാനിപ്പോൾ ഉറപ്പിച്ച ഉത്തരം പറയണില്ല. അത് ഈ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ആ വൈരുദ്ധ്യവും ഇതിന്റെ കൂടെയുണ്ട്. അഹമ്മദ് മൊലി ഇതിന് ഉത്തരം പറയുന്ന ഒരു തന്ത്രം ഈ ഡേ എന്നതിന് യൗം അല്ലെങ്കിൽ കാലഘട്ടം എന്ന അർത്ഥത്തിലാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യന്റെ ഒരു ദിവസം സാധാരണ ഒരു ദിവസമായിട്ടല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തെ വാദം. എന്നാൽ അത് അങ്ങനെയല്ല, മനുഷ്യന്റെ ഡേ തന്നെയാണെന്ന് പറയുന്ന ഒരു പരാമർശം ഖുറാനിൽ തന്നെ ഈ ഉൽപ്പത്തി ഭാഗമായിട്ട് പറയുന്ന സന്ദർഭത്തിലുണ്ട്. ഈ ഖുറാനിലാണോ ഹദീസിലാണെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ശനിയാഴ്ച ഭൂമി ഉണ്ടാക്കി, ഞായറാഴ്ച അത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശനിന്ന് ഞായറിലേക്ക് മനുഷ്യന്റെ 1000 ദിവസങ്ങൾ വരൂല എന്ന് ഉറപ്പാണ്. ആ അർത്ഥത്തിൽ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഡേ തന്നെയാണെന്ന് ആ വാചകം വായിച്ചപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വൈരുദ്ധ്യവും കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പൊ ചോദ്യം മാഷതാണ്, അവിടെ തന്നെ ഉത്തരം പറയുവാണല്ലോ. മാഷ ചോദ്യത്തിന് ഉത്തരം പറയാക്കാൻ പറ്റില്ലല്ലോ. കാരണം മാഷ നേരത്തെ ഉദ്ധരിച്ചാണ് ഖുർആനിലെ 22-ാം അധ്യായത്തിലെ 47-ാമത്തെ വചനത്തിലും 70-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിലും പറയുന്ന വൈരുദ്ധ്യം ഇത് വളരെ കൃത്യമാണ്. ദിവസം എന്ന പരിശുദ്ധ ഖുർആനിലെ പരാമർശം എന്താണ്? ദിവസം എന്ന ഖുർആനിൽ പല ഘട്ടങ്ങളിൽ യൗം എന്നുള്ള പ്രയോഗം ഖുർആനിൽ പല ഘട്ടങ്ങളിലുണ്ട്. ഖുർആനില് നമ്മുടെ ദിവസത്തെ കുറിച്ച് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പീരീഡിനെ കുറിച്ച് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു നിമിഷത്തെ കുറിച്ച് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു നിമിഷത്തെ കുറിച്ച്. ഇപ്പൊ ലോകാവസാനത്തെ കുറിച്ച് പറയാ ഖുർആനിലെ യൗമുദ്ദീൻ എന്നാണ്. ലോകാവസാനത്തെ ആ പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ മാലിക് യൗമുദ്ദീൻ. പ്രതിഫല നാള് എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായി നടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ലോകാവസാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, യൗമുൽ ഖിയാമ, പുനരുദ്ധാനത്തിന്റെ ദിവസം. ആ പുനരുദ്ധാനത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നല്ല ദിവസം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ദിവസം. ആ ഭൂമിയുടെ ദിവസവുമായി എന്ത് ബന്ധമുണ്ട്? സത്യത്തിൽ പടച്ച തമ്പുരാൻ, പ്രപഞ്ചാതീതനായ പടച്ച തമ്പുരാനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഹദീസിലെ പരാമർശം ഇൻഷാ അല്ലാഹ് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ നമുക്ക് പറയാം അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. ഖുർആനിലെ ഏതായിരുന്നാലും ശനി ഞാറുമില്ല ഈ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഹദീസിലുണ്ട് എന്ന് പറയുന്ന പരാമർശം ഇൻഷാ അല്ലാഹ് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഭൂമിയിലെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ദിവസ സങ്കല്പമേ അല്ല പടച്ച തമ്പുരാൻ പറയുമ്പോ. അല്ലാഹു സുബ്ഹാനഹു വ തആല 22:47 70:4 അഥവാ സൂറത്തുൽ ഹജ്ജിലെ 47-ാമത്തെ വചനത്തിലും അതേപോലെ സൂറത്തുൽ മആരിജിലെ 4-ാമത്തെ വചനത്തിലും പറയുന്നത് രണ്ട് സംഭവങ്ങളാണ്. 2 സംഭവങ്ങളാണ്. യൗമുദ്ദീനും യൗമുൽ ഖിയാമയും ഒരേപോലെ ആകാത്തത് പോലെ തന്നെ 2 സംഭവങ്ങളുടെ ഡ്യൂറേഷനും വ്യത്യാസം ഉണ്ടാകും. സ്വാഭാവികല്ലേ? ഡ്യൂറേഷനാണ് ഇവിടെ പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയാം. അവർ ഖുർആനിലെ വചനങ്ങളുടെ അർത്ഥം പറയാണ്. അവർക്ക് ശിക്ഷ അയക്കാത്തതിനെ കുറിച്ച് ചോദിക്കുന്നു. പടച്ച തമ്പുരാനെങ്കിൽ ദിവസം എന്നത്, യൗമ് എന്നത് നിങ്ങൾ കണക്കാക്കുന്ന 1000 കൊല്ലത്തിന് സമാനമാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ വചനം.
ശിക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഥവാ പടച്ച തമ്പുരാന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിൽ നടത്തുന്ന അതല്ലെങ്കിൽ ഭൂമിയിൽ നടത്തുന്ന അവന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂറേഷനാണ് ഇവിടെ പറയുന്നത്. അതേസമയം 70-ാം അധ്യായം സൂറത്തുൽ മആരിജിലെ 4-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നത് മരണാനന്തര ജീവിതത്തിൽ മലക്കുകളും ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നതിനെ കുറിച്ചാണ്. മലക്കുകളും ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്ന ഒരു യൗമിനെ കുറിച്ചാണ്, ദിവസത്തെ കുറിച്ചാണ്. ആ ദിവസത്തെ കുറിച്ച് പറയുമ്പോ അവിടെ 50 അൽഫ് സന എന്ന് പറയുന്നുണ്ട്. അഥവാ നിങ്ങൾ ഗണിക്കുന്ന 50,000 കൊല്ലത്തിന് സമാനമായ ഒരു ദിവസം, ഒരു ഘട്ടം, ഒരു ദിവസം. അഥവാ മലക്കുകളും ആത്മാവും പടച്ച തമ്പുരാനിലേക്ക് കയറിപ്പോവുക എന്ന പരലോകവുമായി അന്ത്യനാളുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവം നടക്കുന്നത് ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തിലാണ്. അതേസമയം ഈ പ്രപഞ്ചത്തിലെ പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ ഇടപെടലുമായി ബന്ധപ്പെട്ട് ശിക്ഷ അയക്കുക എന്ന പ്രവർത്തനം നടക്കുന്നത് ഈ 1000 വർഷത്തിന് സമാനമായ ഒരു കാലഘട്ടത്തിലാണ്, ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്കിലാണ്. ഇതാണ് അവിടെ പറയുന്നത്. രണ്ട് സംഭവങ്ങളാണ്. അതിന്റെ ഡ്യൂറേഷനാണ്. ഇപ്പൊ തന്നെ നമുക്ക് 2 സംഭവങ്ങൾ വളരെ എളുപ്പമാണ് പറയാൻ. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഭാസമാണ്. 24 മണിക്കൂർ ഒരു ദിവസം. എന്നാൽ ബുധനിലെ ദിവസമോ അതേപോലെ തന്നെ ഈ ഇതിലെ ദിവസമോ ചന്ദ്രനിലെ ദിവസമോ വ്യത്യാസമുണ്ട്. ചന്ദ്രനിലെ ദിവസവും ബുധനിലെ ദിവസവും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിലെ ദിവസവും ശുക്രനിലെ ദിവസവും വ്യത്യാസമുണ്ട്. ആ ദിവസം എന്നുള്ളത് സ്വന്തം അച്ചുതണ്ടിലൂടെ ഒരു തവണ തിരിയുവാനുള്ള സമയമാണ് എങ്കിൽ ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ദിവസം വ്യത്യസ്തമായതുപോലെ പടച്ച തമ്പുരാനുമായി ബന്ധപ്പെട്ട് 2 സംഭവങ്ങൾ പറയുമ്പോൾ 2 സംഭവത്തിന്റെ ഡ്യൂറേഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസമാണിത്. അത് വ്യാഖ്യാനിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു ബുദ്ധിമുട്ടില്ല. ഖുർആന്റെ ആയത്ത് അതേപോലെ വായിച്ചാൽ തന്നെ മനസ്സിലാകും. അലി ദാസ്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും ഉദ്ധരിച്ചപ്പോൾ എനിക്ക് പറയാൻ ഒരു വളരെ വളരെ വിനീതമായ ഒരു കാര്യമുണ്ട്. അലി ദാസ്തി ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചത് ഭൗതികവാദികളാണ്. ഈ പറഞ്ഞ പോലെ അലി ദാസ്തിയുടെ പുസ്തകമാണിത്. മുഹമ്മദ് നബി പ്രചാരണവും യാഥാർത്ഥ്യവും. സെയ്ദ് മുഹമ്മദ് ആനക്കയം, അബ്ദുള്ള മേപ്പയൂർ, 2 കേരളത്തിലെ പ്രഗത്ഭരായ ഭൗതികവാദികളുടെ പേരാണ്. ആർക്കും സംശയമില്ല. ഇത് കേട്ടോ, മേപ്പയൂരിലെ ഹിക്മത്ത് പബ്ലിക്കേഷൻസ് ആണ് ഇത് പുറത്തിറക്കിയത്. ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എങ്ങനെ ഭൗതികവാദികൾ ഇവിടെ സംഘടിക്കുന്നു എന്നതിനുള്ള കൃത്യമായ തെളിവാണ്. അലി ദാസ്തിയുടെ പുസ്തകം അഖില ലോക അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. ആ മിഷണറിമാരുടെ പ്രേരണയും സാമ്പത്തിക സഹായവും കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുവാൻ ചിലപ്പോൾ ചിലർ സന്നദ്ധരാകുമെങ്കിലും വസ്തുത അതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ 1-ാം പതിപ്പ് ഇക്കോലത്തിലും 2-ാം പതിപ്പ് ഇതാ ഇക്കോലത്തിലും പുറത്തു വരാൻ പോകുന്നു. പുറത്തു വന്നിട്ടില്ല, ഇറങ്ങാൻ പോവാണ്. മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ ഇതിൽ സെയ്ദ് മുഹമ്മദ് ആനക്കയവും അബ്ദുള്ള മേപ്പയൂരുമില്ല. ഇത് പബ്ലിഷ് ചെയ്യുന്നത് തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കവർ. എന്താ വരാത്തതെന്ന് ചോദിക്കണ്ട, അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല. കവർ വരും, നമ്മൾ ഇവിടെ എല്ലാം ഇറങ്ങും. കേരളത്തിലെ ഇവിടെ കോഴിക്കോട് കേന്ദ്രമാക്കി, വെസ്റ്റ് ഹിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോൾ ഓഫ് ഹോപ്പ് എന്ന സംഘടന മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇത് വിതരണം നടത്തും. ഇറങ്ങാൻ പോകുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇത് ആദ്യ പതിപ്പ് ഹിക്മത്ത് പബ്ലിക്കേഷൻസിന്റെ പേരിലും പിന്നീട് ക്രൈസ്തവ സംഘങ്ങളും ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിനെ തമസ്കരിക്കുവാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടിയുള്ള കൂട്ടായ്മയുടെ ഭാഗമാണിത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ കലാനാഥൻ മാഷ പോലെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഒരു പ്രത്യയശാസ്ത്രപരമായ തലമുണ്ട്. കേവലമായ മുസ്ലിം സമുദായത്തോട് എന്തെങ്കിലും വർഗപരമായ സ്വന്തം താല്പര്യപരമായ വിരോധമുണ്ടാവുകയും അതിന്റെ പേരിൽ ഭൗതികവാദത്തിന്റെ കുപ്പായമിടുകയും അവരെ മിഷനറിമാരെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ ആഗോള തലത്തിൽ തമസ്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അവരെ സാമ്പത്തികമായി സഹായിക്കുകയും അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി കേരളത്തിൽ ഉടനീളം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് അവരെ നിമിത്തമാക്കുകയും ചെയ്യുന്ന വളരെ ക്രൂരമായ ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ആ കാര്യത്തിന് ഞാൻ അതാണ് പറഞ്ഞത്, ഇത് അഖില ലോക അടിസ്ഥാനത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ്. സത്യത്തിൽ ഈ പുസ്തകത്തിലെ എല്ലാ വാദങ്ങൾക്കും
ഏതൊരു 4ാം ക്ലാസ്സുകാരനും മറുപടി അറിയാൻ പറ്റും. ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായി അറിയാവുന്ന ആർക്കും മറുപടി പറയാൻ പറ്റുന്ന വാദങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഖുർആന്റെ മൗലികത എന്ന പുസ്തകം 2 വോള്യൂംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിച്ച് ഓഫ് ട്രൂത്ത് ഇറക്കിയ ഈ ഖുർആന്റെ മൗലികത എന്നുള്ള പുസ്തകത്തിൽ ഇതിലെ 90% വാദങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3ാമത്തെ വാള്യത്തിൽ ബാക്കി 10% ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മറുപടി വായിക്കാൻ കഴിയും.